നമസ്കാരം. ഇന്നത്തെ കാലത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറ്റവും പ്രചാരമുള്ള സാമൂഹ്യ മാധ്യമം ഒരുപക്ഷെ ഇൻസ്റ്റാഗ്രാം ആയിരിക്കും. നമ്മുടെ പ്രധാനമന്ത്രി പോലും യുവാക്കളുമായി സംവദിക്കാനായി തിരഞ്ഞെടുക്കുന്നൊരു സാമൂഹ്യ മാധ്യമം അതാണ്. പക്ഷേ ഫേസ്ബുക്ക് എന്ന സാമൂഹ്യ മാധ്യമം ആണ് ഈ ഒരു തരംഗത്തിന് തുടക്കം കുറിച്ചത്. ഇപ്പോൾ ഫേസ്ബുക്കിനെയോ ഇൻസ്റ്റാഗ്രാമിനെയോ പ്രകീർത്തിക്കുക അല്ലെങ്കിൽ അതിൻ്റെ പരസ്യം ചെയ്യുക എന്നുള്ളതല്ല രാവിലെ നിങ്ങളുടെ മുമ്പിലെത്തിയതിൻ്റെ ഉദ്ദേശം. രണ്ടിലും തമ്മിലുള്ള വ്യത്യാസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോകളായി ഇൻസ്റ്റാഗ്രാമിലൂടെ അധികം ആളുകളോട് സംവദിക്കാമെന്നുള്ളതിനപ്പുറം പോസ്റ്റുകളായി പലപ്പോഴും ഈ ഹിഡൻ ജെംസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ചേറൽ പൂണ്ട മാണിക്യമെന്ന് പറയുന്നത് പോലുള്ള പോസ്റ്റുകൾ വരുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ്. വളരെ വിശദമായ വിശകലനങ്ങൾ ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചും കൃത്യമായിട്ടുള്ള വിശകലനങ്ങളും മറുവശവും ഉണ്ട് കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഞാനിപ്പോൾ അതിൻ്റെ സകാരാത്മകമായ ഒരു വശം മാത്രമാണ് പറയുന്നത്. വിശകലനങ്ങളും ഒരു വ്യാഖ്യാനങ്ങളും അല്ലെങ്കിൽ ഒരു വാർത്തയെ തന്നെയാണെങ്കിൽ ഏതെങ്കിലും അതിൻ്റെ വിവിധ കോണുകളിൽ നിന്നുള്ള വ്യാഖ്യാനങ്ങളും വാദങ്ങളും പ്രതിവാദങ്ങളും സംവാദങ്ങളും ഒക്കെ ഫേസ്ബുക്കിൽ വളരെ കാര്യമായി നടക്കാറുണ്ട്. മറുവശം കുറച്ച് മോശകരമായിട്ടുള്ള സാഹചര്യവും നടക്കാറുണ്ട്, അസഭ്യവർഷവും എല്ലാം നടക്കാറുണ്ട്. അത് നമ്മൾ തൽക്കാലം നോക്കണ്ട. ഇപ്പോൾ ഇതെടുത്ത് പറയുവാനുള്ള കാര്യം, ഇപ്പോൾ നടക്കുന്ന പാറ്റാ സമരത്തെ സംബന്ധിച്ച് വിവിധ ആഖ്യാനങ്ങൾ പ്രചരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ അത് ഏറ്റെടുത്ത് നുണകൾ തന്നെ വാർത്തകളായി പ്രചരിപ്പിക്കുന്നുണ്ട്. അതിനിടയിൽ പലരും നമ്മുടെ ഭാഗത്ത് നിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയതയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്നവർക്ക് പലപ്പോഴും ചെയ്യാൻ കഴിയാത്തൊരു സാധനം, കൃത്യമായിട്ട് ഈ വിഷയത്തെ ഒന്ന് സമഗ്രമായി പ്രേക്ഷകരുടെ മുമ്പിൽ അല്ലെങ്കിൽ വായനക്കാരുടെ മുമ്പിൽ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയുവാൻ താല്പര്യമുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയാറില്ല എന്നുള്ളതാണ്. ഒന്ന്, സമയക്കുറവാണ്. രണ്ട്, അത് ഈ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാം ക്രോഡീകരണം ഒരല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ അതിന് വാക്യത്തിലോ അല്ലെങ്കിൽ നമ്മുടെ വാചകത്തിലോ അവതരിപ്പിക്കുവാനുള്ള ബുദ്ധിമുട്ടുമാകാം. അങ്ങനെ ഇരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം ഞാൻ പലപ്പോഴും ഫേസ്ബുക്കിലെ പല പോസ്റ്റുകളും പ്രേക്ഷകരുമായി പങ്കുവച്ചിട്ടുണ്ട്. ആദിത്യ വിക്രമൻ്റെ ആയാലും ജിതിൻ കൃഷ്ണയുടെ ആയാലും ജിതിൻ ജേക്കബിൻ്റെ ആയാലും തത്വമൈ ന്യൂസും അത് ചെയ്യാറുണ്ട്. പലപ്പോഴും ഇത്തരത്തിലുള്ള ഹിഡൻ ജെംസ് പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കാറുണ്ട്. അത്തരത്തിലൊരു ഹിഡൻ ജെമ്മാണ് ഇന്ന് പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. ജിതിൻ കൃഷ്ണ എന്ന ഫേസ്ബുക്ക് ഹാൻഡിലാണ്, ഫേസ്ബുക്ക് യൂസർ നെയിം ധരിക്കുന്ന വളരെ കൃത്യമായ വിശകലനങ്ങൾ അല്പം സരസമായിട്ടുമൊക്കെ ദേശീയതയോട് ചേർന്ന് നിന്ന് അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ജിതിൻ കൃഷ്ണ. ജിതിൻ കൃഷ്ണയുടെ പോസ്റ്റ് CJP സമരത്തെ സംബന്ധിച്ചാണ്. ഒരു വിധത്തിൽ അതൊരു സമഗ്ര വിശകലനമാണെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് കൂടുതൽ ഞാൻ പറഞ്ഞ് പ്രേക്ഷകരെ ബോറടിപ്പിക്കുന്നില്ല. നേരെ പോസ്റ്റിലേക്ക് പോകാം. പോസ്റ്റ് മുഴുവനായിട്ട് ഞാൻ പ്രേക്ഷകരുടെ മുമ്പിൽ സ്ക്രീൻഷോട്ടായിട്ട് അവതരിപ്പിക്കാം. എന്നാലും ഒന്ന് വായിച്ച് നമ്മുടെ ഒരു വിശകലനം പറഞ്ഞു പോകുന്നത് കുറച്ചുകൂടി നന്നായിരിക്കുമെന്ന് തോന്നുന്നു. ജിതിൻ കൃഷ്ണ എഴുതുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുമായി നടന്ന ഒരു സംഭാഷണ ശൽക്കമാണ് അദ്ദേഹം പോസ്റ്റായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നു. തുടങ്ങുന്നത് ഇങ്ങനെ: നിങ്ങൾക്കെങ്ങനെ ഈ രാജ്യത്തെ യുവാക്കൾക്കെതിരെ നിൽക്കാൻ സാധിക്കുന്നു? ഇങ്ങനെ അന്ധമായ രാഷ്ട്രീയം പാടില്ല ബ്രോ. ഇന്നലെ ഒരു സുഹൃത്ത് ചോദിച്ചതാണ്. സ്വാഭാവികമായും വിഷയം CJP ആണെന്ന് ഊഹിക്കാമല്ലോ. കൃത്യമായിട്ട് എതിർപക്ഷത്ത് നിൽക്കുന്ന, രാഷ്ട്രീയമായി എതിർചേരിയിൽ നിൽക്കുന്ന ഒരു സുഹൃത്താണെന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അത് ജിതിൻ കൃഷ്ണ എടുത്ത് പറയുന്നില്ല. വിഷയം നന്നായി പഠിച്ചിട്ടുണ്ടോ? ഇതായിരുന്നു എൻ്റെ മറുചോദ്യം. എൻ്റെ എന്ന് പറയുന്നത് ജിതിൻ കൃഷ്ണയാണ് എന്ന് പറയേണ്ടതില്ലല്ലോ. നിഷ്പക്ഷൻ എന്നാണ് അദ്ദേഹം സുഹൃത്തിനെ വിശേഷിപ്പിക്കുന്ന, പേര് പറയുന്നില്ല. നിഷ്പക്ഷൻ. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നില്ല എന്നാണോ? അതോ അതിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തം ഇല്ല എന്നാണോ? ഭരിക്കുന്നവർക്ക് ഉത്തരവാദിത്തം ഇല്ലെങ്കിൽ പിന്നെ ആർക്കാണ് ഉത്തരവാദിത്തം? ഈ രാജ്യത്തെ കോടിക്കണക്കിന് യുവാക്കളുടെ ജീവിതം വെച്ചാണ് നിങ്ങൾ രാഷ്ട്രീയം കളിക്കുന്നത്. ഇത്രയും കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതുന്ന കുട്ടികളുടെ കഷ്ടപ്പാടാണ് നിങ്ങൾ വെള്ളത്തിൽ വരച്ച വര പോലെയാക്കുന്നത്. ഇതിനൊക്കെ ആര് സമാധാനം പറയും? നിഷ്പക്ഷൻ്റെ അനർഘനിർഗളമായിട്ടുള്ള ചോദ്യ പ്രവാഹമാണ്. വീണ്ടും ജിതിൻ കൃഷ്ണയുടെ മറുചോദ്യം: വിഷയം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇതായിരുന്നു വീണ്ടും എൻ്റെ മറുചോദ്യം. നിഷ്പക്ഷൻ. വിഷയം പഠിക്കാതാണോ പിന്നെ ഈ കണ്ട സെലിബ്രിറ്റികളും യുവാക്കളുമൊക്കെ ഈ രാജ്യത്ത് യുവാക്കൾക്ക് വേണ്ടി സംസാരിക്കുന്നത്? അവരെപ്പോലെ ഈ രാജ്യത്തെ യുവാക്കൾക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ കൂട്ടത്തിൽ നിന്നുള്ള എൻ്റെ മുന്നിലുള്ള പ്രതിനിധിയോട് എൻ്റെ ചോദ്യം: വിഷയം നന്നായി പഠിച്ചിട്ടുണ്ടോ? ജിതിൻ കൃഷ്ണ വീണ്ടും ആ നിഷ്പക്ഷനായ സുഹൃത്തിനോട് ചോദിക്കുന്നതാണ്. നിഷ്പക്ഷൻ. ഇതിൽ അത്ര പഠിക്കാനുള്ള റോക്കറ്റ് സയൻസ് ഉണ്ടെന്ന് തോന്നുന്നില്ല. ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ട്. സർക്കാർ അതിന് ഉത്തരവാദിയാണ്. ഇതിനപ്പുറം എന്താണ് പഠിക്കാനുള്ളത്? ജിതിൻ കൃഷ്ണയുടെ മറുപടി: ഇതിനപ്പുറം എന്താണ് പഠിക്കാനുള്ളത് എന്ന നിങ്ങളുടെ ചോദ്യമാണെങ്കിൽ എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് പറയാം. എവിടെയാണ് ചോദ്യപേപ്പർ ചോർന്നതെന്നറിയാമോ? ഏറ്റവും ചുരുങ്ങിയത് ഏത് സംസ്ഥാനത്താണ് സംഭവിച്ചതെന്നെങ്കിലും എങ്ങനെയാണ് ചോർന്നതെന്നറിയാമോ? ഇതൊക്കെ സ്വയം ചോദിച്ചു നോക്കൂ, സ്വയം വിലയിരുത്തുക. ഇത്രയും ബേസിക്സ് അറിയില്ലെങ്കിൽ നിങ്ങൾ ഇത്രയും ദിവസം CJP എന്നും രാജ്യത്തെ യുവാക്കളെന്നും നീറ്റ് പരീക്ഷ എന്നും കാണിച്ച സകല പേക്കൂത്തും വെറും പ്രഹസനം മാത്രമാണെന്ന് തിരിച്ചറിയുക. ഇത്
ഈ വാക്കുകൾ ഞാൻ ഒന്നും കൂടി വായിക്കാം. അത് ഇതിനപ്പുറം എന്താണ് പഠിക്കാനെന്നുള്ളതെന്ന് നിങ്ങളുടെ ചോദ്യമാണെങ്കിൽ ഇതിനപ്പുറം എന്താണ് പഠിക്കാനുള്ളത് എന്നത് നിങ്ങളുടെ ചോദ്യമാണെങ്കിൽ എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് പറയാം. എവിടെയാണ് ചോദ്യപേപ്പർ ചോർന്നതെന്നറിയാമോ? ഏറ്റവും ചുരുങ്ങിയത് ഏത് സംസ്ഥാനത്താണ് സംഭവിച്ചതെന്നെങ്കിലും എങ്ങനെയാണ് ചോർന്നതെന്നറിയാമോ? ഇതൊക്കെ സ്വയം ചോദിച്ചു നോക്കൂ. സ്വയം നിങ്ങളെ വിലയിരുത്തുക. ഇത്രയും ബേസിക് അറിയില്ല എങ്കിൽ നിങ്ങൾ ഇത്രയും ദിവസം CJP എന്നും രാജ്യത്തെ യുവാക്കളെന്നും നീറ്റ് പരീക്ഷ എന്നും പറഞ്ഞ് കാണിച്ച സകല പേക്കൂത്തും വെറും പ്രഹസനം മാത്രമാണെന്ന് തിരിച്ചറിയുക. ഇത് ജിതിൻ കൃഷ്ണ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്ന നിഷ്പക്ഷനായ സുഹൃത്തിനോട് മാത്രമല്ല, ഈ പേക്കൂത്തുകൾ കാണിക്കുന്ന മുഖ്യധാരാ മാധ്യമ പ്രവർത്തകരുൾപ്പെടെയുള്ള സകല CJP ആരാധകരോടുമാണ്. നിഷ്പക്ഷൻ ചോദ്യപേപ്പർ ചോർന്നോ ഇല്ലയോ അത് മാത്രം പറഞ്ഞാൽ മതി. നിഷ്പക്ഷൻ വിടാനുള്ള ഭാവമില്ല എന്ന് തോന്നുന്നു. ഇതിനപ്പുറം ഒരു വരി പോലും നിങ്ങൾക്ക് ചോദിക്കാൻ ഉണ്ടാവില്ല എന്നറിയാം. എങ്കിലും വിഷയം ലളിതമായി പറയാം. ബോധം വരുമെന്നോ ഉറപ്പൊന്നുമില്ല, എങ്കിലും ശ്രമിക്കാം. ഇതും ജിതിൻ കൃഷ്ണ പറയുന്നത് നമ്മുടെ സമൂഹത്തോടാണ്, മാധ്യമ മൊട്ടകളോടാണ്, വിനു വി ജോൺമാരോടാണ്, ഉണ്ണി ബാലകൃഷ്ണന്മാരോടാണ്. അവർക്ക് ബോധമൊന്നും വരില്ല എന്നറിയാം. അവരിൽ പലരും ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെയാണ് ഈ കള്ളങ്ങൾ ചെയ്യുന്നതെന്നുള്ളത് അതിൻ്റെ ഒരു മറുവശം. അതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. ജിതിൻ കൃഷ്ണ നിഷ്പക്ഷനായ സുഹൃത്തിനോട് പറഞ്ഞു തുടങ്ങുന്നത്, ജാർഖണ്ഡ് സംസ്ഥാനത്ത് ഹസാരിബാദ് ഒയാസിസ് സ്കൂളിൽ വെച്ചാണ് ആദ്യത്തെ ലീക്ക് സംഭവിക്കുന്നത്. പരീക്ഷയ്ക്ക് വേണ്ടി ചോദ്യപേപ്പർ SBIയിൽ എത്തുകയും അവിടെ നിന്ന് സ്കൂളിലെ സ്ട്രോങ് റൂമിൽ എത്തുന്നതുവരെയും ചോദ്യപേപ്പർ സുരക്ഷിതമായിരുന്നു. ആ സ്കൂളിൽ വെച്ച് NTA സിറ്റി കോർഡിനേറ്ററും സ്കൂൾ പ്രിൻസിപ്പളുമായ അഹസനുൽ ഹക്കിൻ്റെയും സ്കൂൾ വൈസ് പ്രസിഡൻറ്റിൻ്റെയും സഹായത്തോടെ പങ്കജ് കുമാർ എന്നൊരാൾ സ്ട്രോങ് റൂമിൽ കയറി ചോദ്യപേപ്പറിൻ്റെ ഫോട്ടോ എടുക്കുന്നു. സ്ട്രോങ് റൂമിൻ്റെ പിന്നിലെ വാതിൽ തുറന്നു കൊടുത്തത് ഈ പറയുന്ന സ്കൂൾ അധികൃതരാണ്. ഇത് നിരീക്ഷിക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ ഇല്ലേ എന്ന് ചോദിച്ചാൽ കേന്ദ്രത്തിൻ്റെ പട്ടാളമല്ലല്ലോ കാവലിരിക്കേണ്ടത്, സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള പോലീസാണ്. അത് ചെയ്യേണ്ടത് ജില്ലാ ഭരണകൂടമാണ്, സംസ്ഥാന സർക്കാരാണ്. ജാർഖണ്ഡ് ഭരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിലുള്ള ഹേമന്ത് സൊറനാണ്. ഇതിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി എന്ത് ചെയ്യണമെന്നാണ്? നിഷ്പക്ഷൻ അല്ല, ഇപ്പോൾ നടന്ന രണ്ടാമത്തെ ലീക്ക് അത് മഹാരാഷ്ട്രയിൽ കെമിസ്ട്രി അധ്യാപകനായ കുൽക്കർണി വഴി. അയാൾ ചോദ്യപേപ്പർ പാനലിലെ അംഗമായിരുന്നു. ഇയാൾക്കൊരു സ്പെഷ്യൽ കോച്ചിങ് സെഷനും ഉണ്ടായിരുന്നു. ഇതുവഴിയാണ് രണ്ടാമത്തെ ലീക്ക് സംഭവിക്കുന്നത്. ഈ കെമിസ്ട്രി അധ്യാപകനായ കുൽക്കർണിക്ക് ഒരു വലിയ കോച്ചിങ് സെൻറ്റർ തന്നെയുണ്ട്. അയാൾക്ക് നേരെ നിയമ നടപടികളും എടുത്തിട്ടുണ്ട്. അത് തത്വമൈ ന്യൂസ് പ്രത്യേകമായിട്ട് തന്നെ മലയാള മാധ്യമങ്ങളിൽ ആകെ ആ വിഷയം അവതരിപ്പിച്ചത് നീറ്റ് ചോദ്യപരീക്ഷ ഈ പാറ്റകളൊക്കെ ജനിക്കുന്നതിന് മുൻപ് തന്നെ അയാളുടെ കോച്ചിങ് സെൻറ്റർ ഇടിച്ചു നിരത്തിയിരുന്നു ബുൾഡോസർ ഉപയോഗിച്ച്. അപ്പോൾ അത് കുൽക്കർണിയുടെ കാര്യവും ജിതിൻ കൃഷ്ണ നിഷ്പക്ഷനോട് പറയുന്നു. നിഷ്പക്ഷൻ്റെ അടുത്ത ചോദ്യം, ഇങ്ങനെയുള്ള ആളുകളെ ചോദ്യപേപ്പർ പാനലിൽ ഉൾപ്പെടുത്തുന്നത് സർക്കാർ വീഴ്ചയല്ലേ? തീർച്ചയായും അതെ, ഇല്ലെന്നാരും പറഞ്ഞില്ല. പക്ഷേ കേന്ദ്രമാണ് ഇതിന് കൂട്ടുനിന്നത് എന്ന നിലയിൽ കേന്ദ്രത്തെ ആക്രമിക്കുന്ന രാഷ്ട്രീയ അജണ്ട അനുവദിച്ചു തരാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. കാരണം വളരെ സുരക്ഷിതമായി തയ്യാറാക്കുന്ന ചോദ്യപേപ്പർ പ്രാദേശിക ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രൂഫ് റീഡ് ചെയ്ത് വേണം ഫൈനൽ കോപ്പി എടുക്കാൻ. ഈ പറയുന്ന കുൽക്കർണി മറാഠ ട്രാൻസ്ലേഷൻ വഹിക്കുന്ന വ്യക്തിയാണ്. മറാത്ത ഭാഷയിലേക്ക് ചോദ്യപേപ്പർ തർജ്ജിമ ചെയ്യുന്ന വ്യക്തിയാണ്. ഇതിന് പരിഹാരം പുതിയ സംവിധാനത്തിൽ ഉണ്ടെന്നാണ് കേന്ദ്രം അറിയിച്ചത്. ഇനി വരും വർഷങ്ങളിൽ എല്ലാം പരിഹരിച്ച് പരീക്ഷ നടത്തുമെന്നും കേന്ദ്രം പറഞ്ഞു കഴിഞ്ഞതാണ്. നിഷ്പക്ഷൻ അത് ശരി. അപ്പോൾ കേന്ദ്രത്തിന് ഈ രാജ്യത്തെ യുവാക്കളുടെ കാര്യത്തിൽ ഉത്തരവാദിത്വം ഒന്നുമില്ല എന്നാണോ? ഉത്തരവാദിത്തമില്ലെന്ന് ആരെങ്കിലും പറഞ്ഞോ? ചോദ്യപേപ്പർ ചോർന്നത് കേന്ദ്ര സർക്കാർ സംവിധാനത്തിൽ നടന്ന അഴിമതിയോ വീഴ്ചയോ അല്ല. ഇത് തത്വമൈ ന്യൂസ് പലവട്ടം എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്, പ്രത്യേകിച്ച് ധർമ്മേന്ദ്ര പ്രധാൻ്റെ കാര്യത്തിൽ. കാരണം ധാർമ്മികമായ ഉത്തരവാദിത്വമൊഴികെ മറ്റൊരു അഴിമതിയോ വീഴ്ചയോ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തീർച്ചയാണ്. ജിതിൻ കൃഷ്ണ തുടരുകയാണ്, ഒന്നാമത്തേത് മോഷണമായിരുന്നു. ആ വീഴ്ചയുടെ ഉത്തരവാദിത്വം ജില്ലാ ഭരണകൂടത്തിനാണ്, സംസ്ഥാന പോലീസിനാണ് എന്നാണ്. രണ്ടാമത്തേത് പ്രാദേശിക ഭാഷയിലേക്ക് മാറ്റുമ്പോൾ സംഭവിച്ചതും. ഇനി ഈ വിഷയത്തിൽ കേന്ദ്രത്തിൻ്റെ ഉത്തരവാദിത്വം കുറ്റക്കാരെ കണ്ടെത്തി ശക്തമായ നടപടിയെടുക്കുക എന്നതാണ്. യുവാക്കളുടെ ഭാവിയെ തുലാസിലാക്കുന്ന ഇത്തരം സംഭവം ആവർത്തിക്കാതിരിക്കാൻ പുതിയ സംവിധാനം ആലോചിക്കുക എന്നാണ് കേന്ദ്രത്തിന് ചെയ്യാനുള്ളത്. അത് കേന്ദ്ര സർക്കാർ ചെയ്തോ ഇല്ലയോ എന്ന് നിങ്ങൾ നോക്കിയിരുന്നു. എന്തൊക്കെ നടപടിയാണ് എടുത്തത്? ജിതിൻ കൃഷ്ണയുടെ മറുചോദ്യം നിഷ്പക്ഷനോട്. നിഷ്പക്ഷൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. അന്വേഷണം പ്രഖ്യാപിച്ച് കാണും, അല്ലാണ്ടെന്ന് നമ്മുടെ മാധ്യമങ്ങൾ പറയില്ലേ, ഏതോ ഒരു കോടതിയിൽ നിന്നൊരു വിധി സമ്പാദിച്ചുകൊണ്ട് വന്നെന്നും പറഞ്ഞതൊന്നും ശരിയാവണമെന്നില്ല എന്നൊക്കെ പറയില്ല നമ്മുടെ മീഡിയ മുക്കാലൊക്കെ. അതുപോലുള്ള ഒരു ഒഴുക്കൻ മട്ടിലുള്ള മറുപടിയാണ്. കാര്യങ്ങൾ അറിയാതെ അല്ലെങ്കിൽ മനഃപൂർവ്വം മറച്ചു വെച്ചുകൊണ്ടുള്ള ആൾക്കാർ ഒരു അജണ്ടയുടെ നടപ്പാക്കൽ പ്രകാരം അല്ലെങ്കിൽ നടപ്പാക്കാനുള്ള ത്വരപ്രകാരം പറയുന്നൊരു ഒഴുക്കൻ മറുപടി.
ജിതിൻ കൃഷ്ണയുടെ മറുപടി, അത് വെറുമൊരു അന്വേഷണമായിരുന്നില്ലല്ലോ. വീഴ്ച നടന്നു അറിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ ISRO മുൻ ചെയർമാൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. പരീക്ഷ എങ്ങനെ സുരക്ഷിതമായി നടത്താമെന്ന് വിശദമായി പഠനം നടത്തുകയും പൂർണ്ണമായും കമ്പ്യൂട്ടറൈസ്ഡ് പരീക്ഷ 2027 മുതൽ നടത്താനും തീരുമാനമായിരുന്നു. അതിനുള്ള സംവിധാനങ്ങളും തയ്യാറായി. പഠിച്ച് പരീക്ഷ എഴുതിയ കുട്ടികളെ മറികടക്കുന്ന നിലയിൽ അർഹതയില്ലാത്ത ആരും ലിസ്റ്റിൽ കയറാൻ പാടില്ല എന്ന ശക്തമായ നിലപാടിൽ നിലവിൽ നടന്ന പരീക്ഷ പൂർണ്ണമായും ക്യാൻസൽ ചെയ്ത് CRPF CISFൻ്റെ സുരക്ഷയിൽ വീണ്ടും പരീക്ഷ നടത്താൻ തീരുമാനമെടുത്തു. അതായത് ഈ വർഷത്തോടെ ചോദ്യപേപ്പറും പരിപാടിയും ഒക്കെ അവസാനിക്കും. സെൻട്രലൈസ്ഡ് സംവിധാനത്തിൽ കേന്ദ്രം നേരിട്ട് പരീക്ഷ നടത്തും. ഇതല്ലാതെ കേന്ദ്രം എന്താണ് ചെയ്യേണ്ടത്? ഇനി തിരിച്ചൊന്ന് ചോദിക്കട്ടെ, ഇത് ആദ്യത്തെ സംഭവമാണോ? നിഷ്പക്ഷൻ അല്ലേ? ജിതിൻ കൃഷ്ണയുടെ മറുപടി, ഒരിക്കലും. NEET NET തുടങ്ങിയ പല പരീക്ഷയുടെയും ചോദ്യപേപ്പർ മിക്ക വർഷങ്ങളിലും ചോരാറുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ബീഹാറിലും ഉത്തർപ്രദേശിലും ഹരിയാനയിലും രാജസ്ഥാനിലും ഒക്കെ ഈ പറയുന്ന സ്ട്രോങ് റൂം എന്തുമാത്രം സുരക്ഷിതമാണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അവിടെയൊക്കെ കാശ് കൊടുത്ത് വാങ്ങാനും വിൽക്കാനും ആളുകളുണ്ട്. ഇതിനൊക്കെ ഏജൻറ്റുകൾ വരെയുണ്ട്. എന്തിനേറെ പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയും ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയുടെയും ചോദ്യപേപ്പർ കോഴിക്കോട് മലപ്പുറം സെൻറ്ററുകൾ വഴി 2019 വരെ ചോർന്നിരുന്നു. അതായത് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെയും ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയുടെയും ചോദ്യപേപ്പറുകൾ കോഴിക്കോട് മലപ്പുറത്തുള്ള സെൻറ്ററുകൾ വഴി 2019 വരെ ചോർന്നിരുന്നുവെന്ന് ആലോചിച്ച് നോക്കൂ. മുൻപുള്ള ചോദ്യപേപ്പർ ചോർച്ചയുടെ ഒരു ചെറു വിവരണമാണ് ജിതിൻ കൃഷ്ണ ഇവിടെ നൽകുന്നത്. അന്ന് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ വൈസ് ചാൻസലർക്ക് പരാതി കൊടുത്തിരുന്നു. എങ്കിലും എങ്ങും എത്തിയിരുന്നില്ല. ആ പരാതി എങ്ങും എത്തിയിരുന്നില്ല. ഇതൊരു നഗ്ന യാഥാർത്ഥ്യമാണ്. മോദി സർക്കാർ വന്നതിന് ശേഷമാണ്, കൃത്യമായി പറഞ്ഞാൽ രണ്ടാം മോദി സർക്കാരിന് ശേഷമാണ് ഈ വിഷയം ഗൗരവമായി എടുക്കുകയും ആക്ഷൻ ആരംഭിക്കുകയും ചെയ്തത്. അതിൻ്റെ ഫലമായി നിരവധി ഏജൻറ്റുകളെ അറസ്റ്റ് ചെയ്തിരുന്നു. വലിയൊരു രാജ്യവും വലിയൊരു സംവിധാനവും രാജ്യത്തെ മുഴുവൻ സംസ്ഥാന ജില്ലാ ഭരണകൂടം മുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അധ്യാപകരും ക്ലറിക്കൽ സ്റ്റാഫുകളും വരെ ഉൾപ്പെട്ട വിഷയമായതുകൊണ്ട് പരിഹാരം എളുപ്പമായിരുന്നില്ല എന്നതാണ് വാസ്തവം. അടുത്ത വർഷം മുതൽ സെൻട്രലൈസ്ഡ് സിസ്റ്റം ആകുമ്പോൾ എങ്കിലും കുറേയൊക്കെ പരിഹരിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കാമെന്ന് മാത്രം. ഇതിൽ കൂടുതൽ എന്താണ് കേന്ദ്രം ചെയ്യേണ്ടത്? നിഷ്പക്ഷൻ, അപ്പോൾ പിന്നെ CJP സമരം അനാവശ്യമാണോ എന്നാണ്. ഇവിടം മുതലാണ് CJPയിലേക്ക് വിഷയം സത്യത്തിൽ വരുന്നത്. രസകരമായിട്ടുള്ളൊരു നിരീക്ഷണമാണ് ജിതിൻ കൃഷ്ണ അതിനുശേഷം നടത്തുന്നത്. യാഥാർത്ഥ്യമായൊരു നിരീക്ഷണമാണ്. ജിതിൻ കൃഷ്ണയുടെ മറുപടി, CJPയുടെ സമരം അനാവശ്യമാണോ എന്നുള്ള ചോദ്യത്തിന് ഒരിക്കലുമല്ല. അവരുടെ സമരം ഒരിക്കലും അനാവശ്യമല്ല. അവർക്ക് കൃത്യമായ ലക്ഷ്യമുണ്ട്. പക്ഷേ അത് നിങ്ങളൊക്കെ നിഷ്കളങ്കമായി വിശ്വസിക്കുന്ന ലക്ഷ്യമല്ല എന്ന് മാത്രം. അവരുടെ സമരങ്ങളും പിന്തുണ നൽകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നേതാക്കളെയും അവരുടെ മുദ്രാവാക്യം ശ്രദ്ധിച്ചാൽ മാത്രം അരിയാഹാരം കഴിക്കുന്നവർക്ക് അവരുടെ ലക്ഷ്യം എന്താണെന്ന് വ്യക്തമാകും. അതായത് അവരുടെ ഈ സമരത്തിന് ആരൊക്കെയാണ് പിന്തുണ നൽകുന്നത്, ആ സമരത്തിൽ മുഴങ്ങുന്ന മുദ്രാവാക്യങ്ങൾ എന്തൊക്കെയാണ്, ആ സമരത്തിൽ പങ്കെടുക്കുന്നവർ പറയുന്ന കാര്യങ്ങൾ, അത് ഞാൻ കൂട്ടിച്ചേർക്കുന്നതാണ്. ഈ അലി അംജത്തിനെ പോലുള്ളവർ അന്ത്യനാളിൻ്റെ സൂചനയാണ്, പാറ്റകൾ വരുന്നു, ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബസ് നാം രഹേഗ അള്ളാഹ് പാട്ട് പാടുന്നത്, ഹിന്ദു വിശ്വാസങ്ങളെ അവഹേളിക്കുന്നത്, ഇതൊക്കെ കണ്ടാൽ അരിയാഹാരം കഴിക്കുന്ന ആർക്കും അവരുടെ ലക്ഷ്യം എന്താണെന്ന് ബോധ്യമാകണം. അല്ലെങ്കിൽ നിങ്ങളുടെ സാമാന്യബോധം നിങ്ങൾ ഏതെങ്കിലും മുഖ്യധാരാ മാധ്യമത്തിനോ അല്ലെങ്കിൽ അജണ്ടയ്ക്കോ പണയം വെച്ചിരിക്കുന്നതാണ് എന്ന് പറയേണ്ടി വരും. ദേശീയതയോട് ചേർന്ന് നിൽക്കുന്ന ഒരാളായിരിക്കണം, അല്ലെങ്കിൽ RSSകാരനായിരിക്കണം, നിങ്ങൾ BJPക്കാരനായിരിക്കണം എന്നൊന്നും ഒരു നിർബന്ധവുമില്ല. പക്ഷേ അരിയാഹാരം കഴിക്കുന്ന ഒരു സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് ഇത്തരം കാര്യങ്ങളെ ഒന്ന് വിശകലനം ചെയ്യണം. അതുതന്നെയാണ് ജിതിൻ കൃഷ്ണ പറയുന്നത്. വരികൾക്കിടയിലൂടെ അത്രയും പറയാം. ഇത് ഞാൻ കൂട്ടിച്ചേർത്തതാണ് ഈ അവസാന ഭാഗം. നിഷ്പക്ഷൻ, എന്നാലും കേന്ദ്ര സർക്കാരിന് ജനാധിപത്യ രീതിയിൽ സമരത്തെ നേരിടാമായിരുന്നല്ലോ, അടിച്ചമർത്തണോ? ജിതിൻ കൃഷ്ണയുടെ മറുപടി ആ ചോദ്യത്തിനുള്ള, ഇത് പലരും ചോദിക്കുന്നതാണ്. ഇതൊരു വാട്ടബൌട്ടറിയാണ്. കാരണം എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊരു സെൻറ്റിമെൻറ്റ്സ് പറഞ്ഞ് ഇത്തരത്തിലുള്ള കാണിക്കുന്ന വൃത്തികേടുകളെ ന്യായീകരിക്കുക, അതിനെ എതിർക്കുന്ന, അതിനെ നിയമപരമായി നേരിടുന്ന സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള ഒരു ശ്രമം. അതിന് ജിതിൻ കൃഷ്ണയുടെ മറുപടി, ഇത്രയും ദിവസം നിരാഹാരം കിടക്കുന്ന അവിടെ പോയിട്ട് ആരെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയോ? ഇല്ലല്ലോ. അതീവ സുരക്ഷാ മേഖലയിലേക്ക് മാർച്ച് നടത്തി പോലീസിനെ പെപ്പർ സ്പ്രേ അടിച്ചും ആക്രമിച്ചും കല്ലെറിഞ്ഞും സമരം നടത്തിയാൽ അവരെ വിദ്യാർത്ഥികളായോ സമരക്കാരായോ കാണാൻ ബുദ്ധിമുട്ടാണ്. തല്ലും, വേണ്ടി വന്നാൽ പോലീസിനൊപ്പം പാർട്ടിക്കാർ തന്നെ നേരിട്ടിറങ്ങി തല്ലും, ഒരു സംശയവും വേണ്ട. സത്യത്തിൽ ഇതാണ് അതിനുള്ള മറുപടി. യാതൊരു ദയാദാക്ഷിണ്യവും വിചാരിക്കേണ്ട കാര്യമില്ല. ഒന്നാമത്തെ കാര്യം, ജന്തർ മന്ദറിൽ ഈ നിരാഹാരം കിടക്കുന്നത് പോലീസിൻ്റെ കൃത്യമായിട്ടുള്ള ചട്ടപ്രകാരമുള്ള അനുവാദം വാങ്ങിയിട്ടില്ല. പോട്ടെ, കിടന്നോളൂ എന്ന് പറഞ്ഞു. അവിടെ ജിതിൻ കൃഷ്ണ പറയുന്ന പോലെ യാതൊരു ശല്യവും ഉണ്ടാക്കിയിട്ടില്ല.
പാർലമെൻറ്റ് വർഷകാല സമ്മേളനം തുടങ്ങിയ ദിവസം നിയമപ്രകാരമല്ലാതെ യാതൊരു അനുമതിയും വാങ്ങാതെ അനുമതി വാങ്ങാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിയമവിരുദ്ധമായി അതീവ സുരക്ഷാ മേഖലയിലേക്ക് മാർച്ച് നടത്തുന്നു. അതും അനുവദിച്ചു കൊടുത്തു. അപ്പോൾ പോലീസിനെ ഉപദ്രവിക്കുകയും കണ്ണിൽ പെപ്പർ സ്പ്രേ അടിക്കുകയും മാധ്യമപ്രവർത്തകരെ കയ്യേറുകയും സ്ത്രീകളെ ഉപദ്രവിക്കുകയും കല്ലേറുകൾ നടത്തുകയും ഒക്കെ ചെയ്തവരെ പിന്നെന്താ പിടിച്ച് ഉമ്മ വയ്ക്കണോ? ജിതിൻ കൃഷ്ണയോട് ഞാനത് പൂർണ്ണമായി യോജിക്കുന്നു. പാർട്ടി പ്രവർത്തകർ RSSകാരും ബജ്രംഗ് ദളുകാരും കൂടെ ഇറങ്ങി തല്ലണമായിരുന്നു എന്നുള്ളതാണ്. അത് നിയമത്തിനപ്പുറമാണെങ്കിൽ പോലും അടി തന്നെ കൊടുക്കണം. അടി ചെയ്യും ഉപകാരം, അണ്ണൻ തമ്പി ചെയ്യില്ല എന്ന് തന്നെയാണ് ജിതിൻ കൃഷ്ണ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. പൂർണ്ണമായും യോജിക്കുന്നു. നിങ്ങളുടെ വിചാരങ്ങൾ കമൻറ്റുകളിലൂടെ പങ്കുവയ്ക്കുക. നിഷ്പക്ഷൻ, അത് ഫാസിസമല്ലേ? ജിതിൻ കൃഷ്ണയുടെ അവസാനത്തെ മറുപടി. ഇത്രയും നേരം പറഞ്ഞത് മനസ്സിലായിട്ടും ചോദ്യം ഇതാണ് എങ്കിൽ ഞങ്ങൾക്ക് ഫാസിസ്റ്റ് ആവാനാണ് ഇഷ്ടം. അപ്പോൾ ശരി, ജയ് ശ്രീറാം. ആ വരി ഒന്നും കൂടി വായിക്കാം. ഇത്രയും നേരം പറഞ്ഞത് മനസ്സിലായിട്ടും ചോദ്യം ഇതാണ് എങ്കിൽ ഞങ്ങൾക്ക് ഫാസിസ്റ്റ് ആവാൻ തന്നെയാണ് ഇഷ്ടം. ഫാസിസ്റ്റ് എന്ന് പറയാൻ പാടില്ല, ഫാഷിസ്റ്റ് എന്നേ പറയാൻ പാടുള്ളൂ. എന്നാലും ഫാസിസ്റ്റ് എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. ഒരിക്കൽ കൂടി ആ വരി വായിക്കാം. ഇത്രയും നേരം പറഞ്ഞത് മനസ്സിലായിട്ടും ഇതാണ് എങ്കിൽ, മറുപടി അല്ലെങ്കിൽ ചോദ്യം ഇതാണ് എങ്കിൽ ഞങ്ങൾക്ക് ഫാസിസ്റ്റ് ആകാനാണ് ഇഷ്ടം. അപ്പോൾ ശരി, ജയ് ശ്രീറാം. ഈ പോസ്റ്റിൽ ഇനി കൂടുതൽ വിശകലനങ്ങളോ അഭിപ്രായ പ്രകടനങ്ങളോ ഒന്നും വേണ്ട എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഏറെക്കുറെ സമഗ്രമായി സമരത്തിൻ്റെ ഒരു പശ്ചാത്തലവും വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളും കേന്ദ്ര സർക്കാർ കൈക്കൊണ്ട നടപടികളും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുൽക്കർണി എന്ന കെമിസ്ട്രി അധ്യാപകൻ്റെ കോച്ചിങ് സെൻറ്റർ മുഴുവനായിട്ട് മഹാരാഷ്ട്ര സർക്കാർ ഇടിച്ചു നിരത്തി കഴിഞ്ഞു. ജാർഖണ്ഡിൽ ഉൾപ്പെടെയുള്ളവരെ പോലീസ് കൈകാര്യം ചെയ്യുന്നുണ്ട്, നിയമ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ജില്ലാ ഭരണകൂടത്തിൻ്റെ പാളിച്ചകൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ സമാധാനം പറയുന്നുണ്ട്. പറയേണ്ട കാര്യമുണ്ടായില്ല എങ്കിൽ പോലും നിയമ നടപടികൾ കൃത്യമായി കൈക്കൊള്ളുന്നുണ്ട്. എന്നിട്ടും CJP സമരം തുടരുന്നുണ്ടെങ്കിൽ ഈ നിയമ നടപടികളെ സംബന്ധിച്ച് വിശദമായിട്ട് മറ്റൊരു വീഡിയോ ചെയ്യാം. ഇതുവരെ പ്രധാനമന്ത്രി തന്നെ അതെടുത്ത് പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ നിയമ നടപടികൾ കൈക്കൊണ്ടു, ഇനി എന്തൊക്കെ നിയമങ്ങൾ കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ളത്. അതിനെക്കുറിച്ച് സമഗ്രമായി തന്നെ ഒരു വീഡിയോ ചെയ്യാം. അതുകൊണ്ട് കൂടുതൽ ആഴത്തിലേക്ക് ആ വിഷയത്തിൽ കടക്കുന്നില്ല. പക്ഷേ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ കൃത്യമാണ്. അതിൽ യാതൊരു ധാർമ്മിക ബാധ്യതയ്ക്കപ്പുറം മറ്റൊരു ബാധ്യതയോ വീഴ്ചയോ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഇനി ഈ പറ്റിയ പാളിച്ചകളിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊണ്ട് ഇനി മുന്നോട്ട് ഈ പരീക്ഷകൾ എങ്ങനെ കൃത്യമായി കൃത്യതയോടുകൂടി പാളിച്ചകളില്ലാതെ നടത്താമെന്നുള്ളതിൻ്റെ പഠനവും ആ പഠനപ്രകാരമുള്ള നടപടികളും കേന്ദ്ര സർക്കാർ ചെയ്തു കഴിഞ്ഞു. ഇതിൽ കൂടുതൽ എന്താണ് ഒരു സർക്കാർ ചെയ്യേണ്ടത്? ഇതെല്ലാം സമരം നടത്തുന്നവർക്ക് കൃത്യമായിട്ടറിയാം, അവരുടെ പിന്നിലുള്ള ശക്തികൾക്കും അറിയാം. പക്ഷേ അവരത് കൃത്യമായി ഒരു അജണ്ടയായി ഉപയോഗിക്കുന്നു, ഏതെങ്കിലും തരത്തിൽ മോദി സർക്കാരിനെ അട്ടിമറിക്കുവാൻ. അത് അനുവദിച്ചു കൊടുക്കുവാൻ സാധ്യമല്ല. ജിതിൻ കൃഷ്ണ പറഞ്ഞതുപോലെ അങ്ങനെ അജണ്ടയുമായി മുന്നോട്ട് വരുന്നവരെ നേരിടാൻ ഞങ്ങൾക്ക് ഫാസിസ്റ്റ് ആകുന്നതാണ് ഇഷ്ടം. അപ്പോൾ ശരി, ജയ് ശ്രീറാം. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. ആ സംവാദങ്ങൾ തുടരാനായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ പ്രസക്തമാണ്, വളരെ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ അവ കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.